കണ്ണൂർ വിഷൻ പടയൊരുക്കം ഇന്ന് പ്രേക്ഷകർ തലശ്ശേരി എന്നും ചുവപ്പുകോട്ട എന്നാണ് അറിയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന ഒരു ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആളുകൾ ഈ മണ്ഡലത്തിൽ നിന്നും നിയമസഭ കണ്ടിട്ടില്ല. അത്രയും LDFന് പ്രത്യേകിച്ച് CPMന് കരുത്തുള്ള മണ്ഡലമാണ് തലശ്ശേരി. അവിടെ AN ഷംസീർ മാറുമ്പോൾ ആര് സ്ഥാനാർത്ഥിയാകണം എന്ന കാര്യത്തിൽ CPMന് വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരായി രാജൻ എന്ന പേര് വന്നപ്പോൾ തന്നെ എല്ലാവരും അത് അംഗീകരിച്ചു. കാരായി രാജൻ എന്ന നേതാവിൻ്റെ ജനകീയത തന്നെയാണ് അതിന് പ്രധാന കാരണം. കണ്ണൂർ വിഷൻ പടയൊരുക്കത്തിൽ തലശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കാരായി രാജൻ ചേരുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ോടുള്ള അതിൻ്റെ അംഗീകാരം കൂടി ആകുമ്പോൾ അത് വർദ്ധിച്ച ആവേശത്തോടു കൂടി മണ്ഡലത്തിലെങ്ങും പ്രകടമായിട്ടുണ്ട്. അത് യുവാക്കളും കുട്ടികളും സ്ത്രീകളും അമ്മമാരും അങ്ങനെ എല്ലാ തുറകളിലുമുള്ള ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തിറങ്ങിയ ആവേശകരമായ കാഴ്ച തന്നെയാണ് മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ വോട്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ 10 വർഷത്തെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ അവർ ഒക്കെ തൃപ്തരാണോ? ശരിക്കും അവർ സമ്പൂർണ്ണ തൃപ്തരാണ്. അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ഭരണത്തിനൊരു തുടർച്ചയുണ്ടാവണം എന്ന് തന്നെയാണ്. അവരുടെ കൺമുമ്പിലുണ്ട് ഈ നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ. അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഓരോ ക്ഷേമ പ്രവർത്തനങ്ങളും. അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ പെൻഷൻ പോലും അവരുടെ കൈകളിൽ കിട്ടി. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരു ഇടതുപക്ഷം, ആ പക്ഷത്തെ ജനങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ആ ധൈര്യമാണ്, ആ ആവേശമാണ്
ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 10 വർഷമൊക്കെ തുടർച്ചയായി ഭരണത്തിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നുള്ളതാണല്ലോ നമ്മൾ പൊതുവായി മുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ജനങ്ങളോട് സംവദിക്കാനും സംസാരിക്കാനും അവരോട് വോട്ട് ചോദിക്കാനും ഒക്കെ കഴിയുന്ന നിൽക്കുന്ന സ്ഥലത്ത് ധീരരായിട്ടുള്ള 3-4 രക്തസാക്ഷികളുണ്ട്. RSSകാരൻ്റെ കടാരക്കുത്തേറ്റ് വെട്ടേറ്റ് ചെതറിത്തെറിച്ച മാംസങ്ങളും ശരീരവും ഉള്ള നാട്ടിലാണ് ഇപ്പോൾ ഈ സ്വീകരണം നടക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ മുഖത്ത് നോക്കി RSSുമായി ഡീൽ എന്ന് പറയുമ്പോൾ ജനങ്ങൾ കാർക്കിച്ചു തുപ്പുകയാണ് ചെയ്യുക. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ അവരുടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണകളൊക്കെ അവർക്ക് മാറിയിട്ടുണ്ടോ ശരിക്കും? ഈ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ഇവിടുത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പൊരുതിയവർ, ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായി നെഞ്ചുകാട്ടി നിൽക്കുന്നവർ ഇടതുപക്ഷമാണ് എന്ന് തിരിച്ചറിവുള്ള ഒരു ജനതയാണ് തലശ്ശേരി ജനത. അത് കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ആ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട്. ആരെന്തു പറഞ്ഞാലും മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തെ അവിശ്വസിക്കില്ല. അത് സ്വന്തം ജീവിത അനുഭവങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു വികാരം, ഒരു രാഷ്ട്രീയം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലുണ്ട്. അവർക്കെന്നും തുണ ഇടതുപക്ഷമാണെന്ന ബോധ്യം അവർക്കുണ്ട്. എല്ലാ കാലത്തും തുണയായി നിന്നിട്ടുള്ളത് ഇടതുപക്ഷമാണ്. തലശ്ശേരിക്ക് പ്രത്യേകതയുണ്ട്. തലശ്ശേരിയിലെ കലാപത്തെ ചെറുക്കാൻ ധീരമായ പങ്കുവഹിച്ച ഈ കോടിയേരി പ്രദേശത്ത് ഒരുപാട് വീടുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ആക്രമിക്കപ്പെട്ട വീടുകൾക്ക് ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാർ, കോടിയേരിയിലെ പാർട്ടി നേതാക്കന്മാരാണ് കാവൽ നിന്നത്. ഇന്നും ഓരോ വീടുകളിലും ചെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ ആ തലമുറയെ അത് ആവേശത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഓർമ്മിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ തവണ 35,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എന്താണ്? വോട്ടർമാരെയൊക്കെ കാണുമ്പോൾ ഭൂരിപക്ഷം ഗണ്യമായി ഉയരാൻ തന്നെയാണോ സാധ്യത? ഭൂരിപക്ഷത്തിൻ്റെ കണക്കിലേക്കല്ല നമ്മൾ പോകുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കുക, അത് ഈ മുന്നണിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി, ഈ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി വോട്ടുകൾ വർദ്ധിപ്പിക്കുക. ആ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വോട്ട് വർദ്ധിക്കും. എന്ത് പ്രചരണം എതിരായി നടത്തിയാലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചരണവും അവർക്ക് തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
അവർക്ക് കുപ്രചരണങ്ങൾ വ്യക്തിഹത്യകളൊക്കെ നടത്തുമ്പോൾ നടന്നോട്ടെ എന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇത് മനസ്സിലാക്കിയ ജനങ്ങൾ സ്വമേധയാ രംഗത്ത് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കാരായിയെ അറിയാത്തവരല്ല തലശ്ശേരിക്കാർ. തലശ്ശേരിക്കാരെ ഇപ്പോൾ ഇവിടെ ഒരു സ്വീകരണ കേന്ദ്രത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെയും പേരെടുത്ത് വിളിക്കാൻ എനിക്ക് സാധിക്കും. അതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇത്രയും കാലം നടത്തിയ പ്രവർത്തനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു 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 ശീലമാണത്. ഏതൊരാൾ പേരെടുത്ത് വിളിക്കാനും ഏതൊരു നാട്ടിൽ പോയാലും ഞാനെന്ന വ്യക്തിക്ക് ഇപ്പോൾ സാധിക്കും. എന്തായാലും കാരായി രാജൻ എന്ന നേതാവ് എങ്ങനെയാണ് ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറിയത് എന്നതിൻ്റെ ഏറ്റവും രത്നച്ചുരുക്കമാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. ഈ നാടിൻ്റെ എല്ലാ സ്നേഹവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഈ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ഭൂരിപക്ഷം അതുമാത്രമാണ് ഇടതുപക്ഷം ചിന്തിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം? നാട്ടിൽ നിന്ന് നല്ല ഭരണം ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതീക്ഷയായിട്ട് നിൽക്കുകയാണ്. കാരായി രാജൻ വിജയിക്കുമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. വിജയിക്കുന്ന മാത്രമല്ല, നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്യും. അതിനുള്ള ജനങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും നമുക്ക് കിട്ടും. ഈ നിങ്ങൾ ഈ വീടുകളിലൊക്കെ പോകുമ്പോൾ സ്ത്രീകളൊക്കെ എന്താ പറയുന്നത്? സ്ത്രീകൾ അങ്ങനെ ഇതായിട്ടൊന്നും പറയുന്നില്ല. നല്ല ഭരണമാണ് പിണറായി സർക്കാരിൻ്റെ, അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഗ്യാസ് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടോ? ഗ്യാസ് ഇടാൻ നമ്മളോട് അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടില്ല. ആ പ്രശ്നങ്ങളൊക്കെ പിണറായി വിജയന്റെ ഭരണം കൊണ്ടുണ്ടായതല്ല എന്ന കാര്യം അവർക്കൊക്കെ അറിയോ? അതവർക്കറിയാം. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം അതെ, അത് ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്താണ് കാരായി രാജനെ കുറിച്ചുള്ള അഭിപ്രായം? കാരായി രാജൻ എന്ന സ്ഥാനാർത്ഥി. കാരായി രാജൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഷംസീറിന് കിട്ടിയ ഭൂരിപക്ഷത്തിനെക്കാട്ടിയും വലിയൊരു ഭൂരിപക്ഷത്തിന് കാരായി രാജൻ വിജയിക്കും. പ്രത്യേകിച്ച് സാധാരണക്കാരൻ്റെ ഇടയിലും പിന്നെ പാവപ്പെട്ടവരുടെ ഇടയിലും തൊഴിലാളികളുടെ ഇടയിലും എന്താ പറയുക, അത്രയും ഇതുള്ള ഒരു നേതാവാണ് കാരായി രാജൻ. നാട്ടിലൊരാളാണ്. അതന്നെ, നാട്ടിലൊരാളാണ് കാരായി രാജൻ. പ്രത്യേകിച്ച് പിന്നെ എൻ്റെ എല്ലാം ഞാൻ യുവത്വത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ DYFIയുടെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നമ്മോടൊപ്പം തന്നെ ചേർന്ന് കൊണ്ടുകൊണ്ട് കാരായി രാജൻ ആ തലശ്ശേരി ഏരിയ സെക്രട്ടറി എല്ലാം ആയ കാലഘട്ടത്തിൽ തന്നെ നമ്മോടൊപ്പം തന്നെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയ ഒരു എന്താ പറയുക, ആ അത്രയും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരാളാണ് കാരായി രാജൻ. പിന്നെ ഇപ്പം കാരായി രാജനെ പറ്റി ചില ആളും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രത്യേകിച്ചിട്ട് തലശ്ശേരിയിലെ ജനങ്ങൾ അത് ഉൾക്കൊള്ളില്ല. കാരായി രാജൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10,000-40,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തോടു കൂടി രാജൻ ജയിക്കും എന്നുള്ളത് ഉറച്ച വിശ്വാസം നമുക്ക് തന്നെയാണോ? അതെ, കാരായി രാജനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ കുറയുന്നൊക്കെ പറയുന്നത് വെറുതെ അടിസ്ഥാനരഹിതമാണ്. കാരണം ന്യൂനപക്ഷത്തിൽപ്പെട്ട എന്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് മുതൽ ഫസൽ വധ കേസ് അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഇവർ കൊണ്ടുപോയി അന്ന് കൊല നടന്ന ദിവസം തന്നെ ഏത് അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് തെറ്റിദ്ധരിപ്പിക്കേണ്ടിയിട്ട് കളിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ന്യൂസ് അടിക്കുന്നത്. പക്ഷെ പല മുസ്ലിങ്ങളും ഇടയിൽ ഞാനൊരു ന്യൂനപക്ഷത്തിൻ്റെ ആളാണ്. അപ്പോൾ അവരെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതെല്ലാം അടിസ്ഥാനരഹിതമായതാണ്. അങ്ങനെയാണ് കോടതി വെറുതെ വിടൂലല്ലോ. കോടതി അദ്ദേഹത്തെ ഇപ്പോൾ വിട്ടു. എല്ലാ ആൾക്കാരും അവരുടെ ജില്ലാ കമ്മിറ്റിയെല്ലാം അദ്ദേഹത്തെ ഏകണ്ഠമായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു നിയമസാമാജികനായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. അപ്പോൾ തീർച്ചയായും നല്ലൊരു വോട്ട് ഇവിടുന്ന് സഖാവ് ഷംസീറിനെക്കാട്ടിയും ഭൂരിപക്ഷത്തിൽ കിട്ടുന്നത് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ, ന്യൂനപക്ഷ സംസ്ഥാന ആളുകളായിട്ട് ഞാൻ ധാരാളം BJPയും CPM തമ്മിൽ ഡീൽ എന്നൊക്കെ പറയുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ എന്താ കരുതുന്നത്? അതെന്താന്ന് പറഞ്ഞാൽ അത് സ്പിരിറ്റാക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഡീൽ ഉണ്ട് എന്ന് പറയുമ്പോൾ
ഇങ്ങേപ്പുറം വോട്ടുകൾ കുറയാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു കളിയാണത്. അദ്ദേഹം എന്നോട് തന്നെ പല ആളും പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഞാൻ പറഞ്ഞത് അടിസ്ഥാനരഹിതമായ വാക്കാണത്. CPM ഉം BJP ഒന്നിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ? ഒരിക്കലും അതിപ്പോൾ കാരായി തന്നെ പറഞ്ഞല്ലോ. സഖാവ് കാരായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞല്ലോ, ഒരിക്കലും അതുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ നാട്ടിൽ ഇവിടെ തന്നെയാണ് ഈ ഒരു മരണം നടന്നിരിക്കുന്നത്. നമ്മളൊരു കാര്യമായ സഖാവ് ഇവിടെ മരണപ്പെട്ട് എന്നതിന് ശേഷം അത് പിന്നെ എത്രയോ പ്രാവശ്യം അയാൾ ഇവിടെ സ്ഥലം വന്ന് സന്ദർശിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. ഇവിടെ ഈ ഒന്ന് മാത്രമല്ല, വേറെ 2-3 കൊലപാതകം നടന്നിട്ടുണ്ട്. ശരിയായ ഒരു കൊലപാതകത്തിൻ്റെ സ്ഥലമാണ് ഇപ്പം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് സമാധാനമാണ്. ഇപ്പോൾ കുറച്ച് സമാധാനത്തിൻ്റെ കാരണം ഇത് തന്നെ ഇടതുപക്ഷ ഭരണം ഉള്ളത് കൊണ്ടാണ്. ഇതങ്ങോട്ടേക്ക് മാറി മറ്റൊരു ഭരണത്തിലേക്കെല്ലാം വന്നു കഴിഞ്ഞാൽ അത് പിന്നെയും പല രീതിയിലേക്ക് പോകും. ഇപ്പം നിയന്ത്രണം ഞങ്ങളുടെ സഖാവ് പിണറായി വിജയൻ എന്നുള്ള ആ ചീഫ് മിനിസ്റ്റർ കൈമലുള്ളത് കൊണ്ട് അതെന്ത് ചെയ്യുന്നു, അത് പിടിച്ചു നിൽക്കുന്നു. അതല്ലാതെ കൊണ്ട് മറ്റൊരു ഭരണം വന്നു കഴിഞ്ഞാൽ വീണ്ടും പല പഴയ കോലത്തിലെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഉറപ്പാണ് ന്യൂനപക്ഷ ഉറപ്പാണ് കാര്യം, യാതൊരു സംശയമില്ല. എന്താണ് കാരായി രാജൻ? കാരായി രാജൻ നാട്ടിൻ്റെ സ്പന്ദനമാണ്. വലിയ വിജയം ഉണ്ടാവും. വലിയ വിജയം ഉണ്ടാവും. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവും. എന്തുകൊണ്ട്? എല്ലാവരുടെ ഇടയിലും സ്വീകാര്യനാ. ആർക്കും എതിരഭിപ്രായമില്ല. എതിരഭിപ്രായമില്ല. ഒന്നും ഇല്ല. ഒരു പ്രശ്നമില്ല. എന്താണ് ഒരു പൊതുവായ വീടുകളിലൊക്കെ സന്ദർശനമൊക്കെ നടത്തുമ്പോൾ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? 10 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്നു, എന്താണ് വീണ്ടും ഇടതുപക്ഷം വരണം എന്ന് തന്നെയാണോ അവരുടെയൊക്കെ ഒരു മനസ്സിലുള്ളത്? ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ തന്നെയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് ഗൃഹസന്ദർശന പരിപാടി നടത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 10 വർഷമായിട്ട് കേരളത്തിൽ ഇതുവരെ കേരളം കാണാത്ത അത്ര വികസന പദ്ധതികൾ എല്ലാ തുറകളിലും, അത് പ്രത്യേകം എടുത്തു പറയാനില്ല, വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും എല്ലാ കാര്യങ്ങളിലും വമ്പിച്ച നിലയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്രമസമാധാന നിലയും നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയൊരു LDF ഭരണം തന്നെ വരണമെന്നാണ് എല്ലാ ആളുകളുടെയും ആഗ്രഹം. കാരായി രാജനെ ഏത് രീതിയിലാണ് ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്? കാരായി രാജൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ഇപ്പോൾ താഴെ തട്ടിൽ നിന്നും വളർന്ന് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വരെ എത്തിയിട്ടുള്ള വളരെ പരിശ്രമശാലിയായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആരുടെ ഇടയിലും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. വിജയത്തെ കുറിച്ച് ചോദിക്കണ്ട, ഭൂരിപക്ഷം ഏത് രീതിയിലാണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നത്? ഭൂരിപക്ഷവും നല്ല നിലയിലുണ്ടാകും. മുൻകാല റെക്കോർഡുകൾ തകർത്തിട്ടുള്ള ഒരു ഭൂരിപക്ഷം തന്നെയായിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്താകും തലശ്ശേരിയുടെ ജനവിധി? ഇതറിയണമെങ്കിൽ മെയ് 4 വരെ കാത്തുനിന്നേ പറ്റൂ. ആകാംക്ഷയുടെ മുൾമുനയിലാണ് നാട്. തലശ്ശേരി എന്തു വിധിയെഴുതും എന്നതിൻ്റെ ആകാംക്ഷ. തലശ്ശേരി മണ്ഡലവുമായി ബന്ധപ്പെട്ട പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മണ്ഡലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.